First of all, good evening. Now we are going to discuss rectification. Rectification. It is a process. The process of conversion of AC current to DC. ഒരു എ സി കറണ്ടിനെ ഡി സി കറണ്ട്, ഇപ്പം നമുക്കറിയാം മൊബൈല്, ലാപ്ടോപ്പ്, കാൽക്കുലേറ്റർ, ചെറിയ ബാറ്ററി ഉപയോഗിക്കുന്ന ടോയ്സ്, ഇതിലെല്ലാം നമുക്ക് ഡി സി ആണ് വീട്ടിൽ വേണ്ടത്. അപ്പോൾ നമുക്ക് വീട്ടിൽ വരുന്ന 230 വോൾട്ട് 230 വാട്ട് എ സിനെ നമുക്ക് വീട്ടിലെ ഉപകരണങ്ങൾക്ക് നമുക്കിപ്പം 5 വോൾട്ട് ഡി സി, എൻ്റെ മൊബൈലിൻ്റെ ചാർജർ എത്രയാണോ 7 വോൾട്ടാണ്, 7 വോൾട്ട് ഡി സി, ലാപ്പിൻ്റെ ഇപ്പം എത്രയാണ് 50 വോട്ടോ, അങ്ങനെ ഏതെങ്കിലും ഒരു ഡയറക്റ്റ് കറണ്ട് ആവശ്യമുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കാൻ വീട്ടിൽ വരുന്ന 230 വോൾട്ടിൻ്റെ എ സി കൊണ്ട് നമ്മൾക്ക് പറ്റില്ല. അപ്പോൾ rectification is the physical phenomenon or it is a process by which the AC current is converted to direct current. The instrumental or the electrical circuit which convert AC to DC, that is called a rectifier. So the rectifier is the electrical circuit actually, or electrical component or electrical device or circuit or component which convert or which help to convert alternating current to direct current. ഓക്കെ മീറ്റു, നോ പ്രോബ്ലം. ക്ലാസ് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഹലോ മീറ്റു, കേൾക്കാലോ? ഹലോ, ഓക്കെ. സോ റെക്ടിഫയർ ഇനി നമുക്ക് 2 എണ്ണം ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് ഹാഫ് വേവ് റെക്ടിഫയർ ആൻഡ് ഫുൾ വേവ് റെക്ടിഫയർ. അപ്പം ഒരു റെക്ടിഫയർ ഉണ്ടാക്കുന്നത് നമ്മൾ ഡയോഡ് ഉപയോഗിച്ച്, ഡയോഡ് അല്ലെങ്കിൽ ഡയോഡിനെ നമുക്കറിയാം, ഡയോഡിൻ്റെ ഹൈറ്റ് കൂടിയ ഈ വശമാണ് പോസിറ്റീവ്, ഈ വശമാണ് നെഗറ്റീവ്. അപ്പോൾ വി ആർ യൂസിങ് ഡയോഡ് ഫോർ ദ rectification phenomenon. Diode, that we know that diode is always be a PN junction. അതായത് ഈ വശം പോസിറ്റീവ് അല്ലെങ്കിൽ പി ടൈപ്പും ഈ വശം എൻ ടൈപ്പും കൊണ്ട് ഫ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു PN ജംഗ്ഷനാണ് ഡയോഡ് എന്ന് പറയുന്നത്. രണ്ടിനും വിഡ്ത്ത് സെയിം ആയിരിക്കണം. സോ ഒന്നുകൂടെ പറയാം ദീപക്കെ, റെക്ടിഫിക്കേഷൻ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. നമ്മളുടെ വീട്ടിൽ വരുന്ന അല്ലെ നമുക്കൊരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഉണ്ട്, അത് എ സി ആണ് എപ്പോഴും വരുന്നത് അല്ലേ. 230 വോൾട്ട് 50 ഹെഡ്സ് എ സി ആണ് നമ്മളുടെ വീടുകളിൽ വരുന്നത്. പക്ഷേ നമ്മളുടെ മൊബൈലിൻ്റെ ചാർജർ, ലാപ്ടോപ്പിൻ്റെ ചാർജർ, കാൽക്കുലേറ്റർ, കമ്പ്യൂട്ടർ, ഈ ഉള്ള എല്ലാ ഡിവൈസുകളിലും നമുക്ക് ഉപയോഗിക്കേണ്ടത് ഡയറക്റ്റ് കറണ്ട് അല്ലെങ്കിൽ ഡി സി ആണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? ഐ വാണ്ട് ടു കൺവേർട്ട് ദിസ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എ സി ടു ഡി സി. അതിന് ഞാൻ ഉപയോഗിക്കുന്നതാണ് എ പി എൻ ജംഗ്ഷൻ ഓർ സിംപിളി എ പി എൻ ജംഗ്ഷൻ ഡയോഡ്. സോ ഹിയർ എ ഡയോഡ് ആസ് എ റെക്ടിഫയർ, ഒരു ഹെഡിങ് ആയിട്ട് ഞാൻ എഴുതാം, ഡയോഡ് ആസ് എ റെക്ടിഫയർ. അപ്പം അത് ചോദിക്കും ഡയോഡിൻ്റെ ഏത് ഫിനോമിനയാണ് അല്ലെങ്കിൽ ഡയോഡിൻ്റെ ഏത് പ്രിൻസിപ്പിളാണ് നമ്മൾ റെക്ടിഫയർ ആയിട്ട് ഉപയോഗിക്കുന്നത്.
അപ്പോൾ നമുക്കറിയാം ഒരു ഡയോഡ് ഫോർവേഡ് ബയാസിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ആണെങ്കിൽ ഒരു ഫോർവേഡ് ബയാസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പോസിറ്റീവും കൊടുത്ത് ഇവിടെ ഒരു നെഗറ്റീവും കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡയോഡ് ഫോർവേഡ് ബയാസിൽ എന്ന് പറയുമ്പം ഡയോഡിൻ്റെ പോസിറ്റീവ് വശത്തോട്ട് പോസിറ്റീവ് കൊടുക്കണം. അപ്പോൾ ഇതിലൂടെ ഈ പോസിറ്റീവ് ഇങ്ങ് വന്നിട്ട് ഇവിടുത്തെ ഈ ഹോളുകൾ ഇങ്ങോട്ട് കടത്തി വിടും. അതുപോലെ തന്നെ ഈ നെഗറ്റീവ് ഇവിടുന്ന് വന്നേച്ച് ഇവിടുത്തെ ഇലക്ട്രോൺസിനെ നടുക്കൂട്ട് കടത്തി വിടും. അപ്പം നമ്മൾ അന്ന് പറഞ്ഞ പോലെ ഇതിന് നടുക്കൊരു ഡിപ്ലീഷൻ റീജിയൻ ഉണ്ട്. ആ ഡിപ്ലീഷൻ റീജിയനെ കടന്ന് കറണ്ട് മുമ്പോട്ട് പോകും. എപ്പോഴാണ്? ഓൺലി ഇൻ ഫോർവേഡ് ബയാസ്ഡ്. only in forward bias. So, in the case of a PN junction or PN junction diode, it offer very low resistance in forward bias. അല്ലെങ്കിൽ കറണ്ടിനെ കടത്തി വിടും. വെരി ലോ റെസിസ്റ്റൻസ് ഇൻ ഫോർവേഡ് ബയാസ്. തിരിച്ചാണെങ്കിലോ ഒന്ന് കരുതി നോക്കി. ഇങ്ങനെ നമ്മുടെ പി എൻ ജംഗ്ഷൻ ഇരിക്കുകയാണ്. പി എൻ ജംഗ്ഷൻ്റെ തന്നെ മറ്റൊരു ഫോം ആകട്ടെ ഈ വരച്ചിരിക്കണേ. അപ്പോൾ ഈ നെഗറ്റീവിൻ്റെ അങ്ങോട്ട് പോസിറ്റീവും പോസിറ്റീവിൻ്റെ അങ്ങോട്ട് നെഗറ്റീവും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഹോളുകൾ ഇങ്ങ് തിരിച്ചു പോരും, ഇവിടുന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് തിരിച്ചു പോരും. അപ്പം ഡിപ്ലീഷൻ റീജിയൻ്റെ വീതി കൂടും. അവിടെ സംഭവിക്കുന്നത് തന്നെയാണ് അറ്റ് റിവേഴ്സ് ബയാസ് ഇറ്റ് പ്രൊഡ്യൂസ് വെരി ഹൈ റെസിസ്റ്റൻസ്. ഇറ്റ് പ്രൊഡ്യൂസ് വെരി high resistance in reverse bias. ഇനി ഒരു ഫോർവേഡ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ ഒരു ഡയോഡിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു എ സിനെ ഡി സി ആക്കി മാറ്റാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ റെക്ടിഫയറിനെ ഇനി നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഹാഫ് വേവ് റെക്ടിഫയർ. ഹാഫ് വേവ് റെക്ടിഫയർ ഇതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ വേവ് ഇപ്പം ഇതാണ് എ സി വേവെങ്കിൽ അതിൻ്റെ പകുതി മാത്രം ഔട്ട്പുട്ട് കിട്ടും. ഒരു റെക്ടിഫയറിലൂടെ കടത്തി വിട്ട് കഴിയുമ്പം നമ്മൾ പറഞ്ഞ് ഡി സി ആക്കുക. അപ്പം ഡി സി എന്ന് പറയുമ്പോൾ പോസിറ്റീവ് മാത്രം. അപ്പോൾ ഒന്നിടവിട്ട് ഡി സി മാത്രം നമുക്ക് കിട്ടും. ഇതിനെയാണ് ഒരു ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. നൗ ഇൻ ദ കേസ് ഓഫ് എ ഫുൾ വേവ് റെക്ടിഫയർ, ഇതാണ് നമ്മളുടെ ഇൻപുട്ട്. എല്ലാ പോസിറ്റീവ് നെഗറ്റീവും കൊടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് ഉള്ളിടത്തും നെഗറ്റീവ് ഉള്ളിടത്തും നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പം ഇവിടെയുള്ള എല്ലാ ഭാഗത്തും ഈ ഭാഗത്തിന് ഔട്ട്പുട്ട് കിട്ടി, ഇതിനും ഔട്ട്പുട്ട് കിട്ടി, ഇതിനും ഔട്ട്പുട്ട് കിട്ടി, അങ്ങനെ എല്ലാത്തിനും ഔട്ട്പുട്ട് കിട്ടും. ദാറ്റ് ഈസ് കോൾഡ് ഫുൾ വേവ് റെക്ടിഫയർ. ഇനി അതിൻ്റെ ഡയഗ്രവും ഇതും പഠിപ്പിക്കാം. അതിനു മുമ്പ് ഇത്രയും അറിയണം. Rectification is the process of converting alternating current to direct current, and the device used is called a PN junction diode. It is an electrical device which converts AC to DC. Only in the case of forward bias, it has very low resistance and at a very high resistance in the case of a reverse bias. Forward bias ആകുമ്പം ഹോളുകളും ഇലക്ട്രോണുകളും ജംഗ്ഷനിലേക്ക് നീങ്ങുകയും ഡിപ്ലീഷൻ റീജിയനെ ഓവർകം ചെയ്യുകയും, അതിപ്പം ഒരു പോസിറ്റീവ് ഹാഫ് വരുമ്പോഴല്ലേ ഫോർവേഡ് ആവുള്ളൂ. ഒരു എ സി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് വരുന്നതിനെ മാത്രം കടത്തി വിടും. റിവേഴ്സ് ബയാസ് നെഗറ്റീവ് കടന്നു വരുമ്പോൾ അത് റിവേഴ്സ് ബയാസ്ഡ്. അപ്പം പോസിറ്റീവിനെ മാത്രം നമുക്ക് ഔട്ട്പുട്ടേ കിട്ടും. അങ്ങനെ ഒരു എ സിയുടെ നെഗറ്റീവ് കമ്പോണൻറ്റുകളെ ഇവരെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് പോസിറ്റീവ് കമ്പോണൻറ്റുകളെ മാത്രം തരുന്നതിനെ, ഒന്നിടവിട്ട് തരുന്നതിനെ ആണ് നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഇവിടെ പോസിറ്റീവിനെയും നെഗറ്റീവിനെയും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ എല്ലാ കേസിലും നമുക്കൊരു ഡി സി കിട്ടും. അതിനെയാണ് ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ കേസിൽ നമുക്ക് ഒരു ഡയോഡ് മതി. ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ കേസിൽ നമുക്ക് 2 ഡയോഡ് വേണം. ഇതാണ് ആക്ച്വലി ഇതിനെക്കുറിച്ച് പറയാനുള്ള മെയിൻ ഒരു ഇൻട്രഡക്ഷൻ പാർട്ട് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ?
ഹൗസ് ഹോൾഡ് ഉപയോഗത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന നമ്മൾ ഈ പറഞ്ഞ പോലെ ടി വിയിൽ AC ഉപയോഗിക്കാറുണ്ട്. TV പോട്ടെ, കമ്പ്യൂട്ടറിൻ്റെ ചാർജർ, നമ്മുടെ മൊബൈലിൻ്റെ ചാർജർ, നമ്മുടെ കാൽക്കുലേറ്ററിൻ്റെ ബാറ്ററി, കാൽക്കുലേറ്റർ, പിന്നെ ഈ ഗെയിമിങ് പിള്ളേരുടെ നമ്മൾ ഈ മേടിക്കുന്ന ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന ഗെയിമായിട്ടുള്ള റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന കാറുകളും ജീപ്പുകളും അങ്ങനെയുള്ള ടോയ്സ്, ഇതിനെല്ലാം നമുക്ക് എന്താവശ്യമുണ്ട്? DC വേണം. അപ്പം AC-നെ DC ആക്കുന്ന പ്രോസസ്സാണ് റെക്ടിഫിക്കേഷൻ. അങ്ങനെ ആക്കി മാറ്റുന്ന സർക്യൂട്ടിനെ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെക്ടിഫയർ. പ്രിൻസിപ്പിൾ ഓഫ് എ റെക്ടിഫയറിനകത്ത് ഉപയോഗിക്കുമ്പം ഡയോഡിൽ ഫോർവേഡ് ബയാസ് ആകുമ്പം കറണ്ട് കടന്നു പോകുമല്ലോ. കറണ്ട് കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് വളരെ കുറവാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് ഹാഫ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ കടന്നു പോകും. അതിനെയാണ് ആ ഒരു പ്രോസസ്സും. ഇവിടെ ഒരു നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടും പോയി റിവേഴ്സ് ബയാസ്ഡ് ആവും. അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവിലേക്കും പോസിറ്റീവ് നെഗറ്റീവിലേക്കും കൊടുത്താൽ റിവേഴ്സ് ബയാസ്ഡ് ആവും. കറണ്ട് കടന്നു പോവില്ല. അപ്പോൾ ഹൈ റെസിസ്റ്റൻസ് വരും. ഈ രണ്ട് കാര്യങ്ങൾ ഫോർവേഡ് ബയാസിൽ വെരി ലോ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും, റിവേഴ്സ് ബയാസിൽ വെരി ഹൈ വോൾട്ടേജ് വെരി ഹൈ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും. ആ പ്രിൻസിപ്പിളാണ് നമ്മൾ ഡയോഡ് ഒരു റെക്ടിഫയർ ആയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ. ക്ലിയർ അല്ലേ? ഹലോ, ഇപ്പം പറഞ്ഞത് മനസ്സിലായില്ലേ? AC-നെ DC ആക്കി മാറ്റുന്നതാണ് റെക്ടിഫയർ. ആ ഫിനോമിനാനെ പറയുന്ന പേരാണ് റെക്ടിഫിക്കേഷൻ. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് PN ജംഗ്ഷൻ ഡയോഡാണ്. ഡയോഡിൻ്റെ രണ്ട് പ്രിൻസിപ്പിളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫോർവേഡ് ബയാസിലായിരിക്കുമ്പം കറണ്ട് കടന്നു പോകും, ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കുറയും, അവിടെ വെരി ലോ റെസിസ്റ്റൻസ് ആണുള്ളത്. റിവേഴ്സ് ബയാസിലായി കഴിയുമ്പോഴത്തേന് കറണ്ട് കടന്നു പോയേല, ഡിപ്ലീഷൻ റീജിയൻ്റെ വീതി കൂടും, അവിടെ വെരി ഹൈ റെസിസ്റ്റൻസ് ആണുള്ളത്. അത്രയും മനസ്സിലായോ? അതൊന്ന് എഴുതിയെടുക്കാവോ? എഴുതിയെടുത്തോ? എഴുതിയെടുത്ത് കഴിയുമ്പം പറയണം കേട്ടോ. ഇനി നമ്മൾ രണ്ട് റെക്ടിഫയറുകൾ സെപ്പറേറ്റ് എടുത്ത് പഠിക്കാൻ പോവാണ്. ഫസ്റ്റ് വൺ ഹാഫ് വേവ് റെക്ടിഫയർ. ഹാഫ് വേവ് റെക്ടിഫയർ. ആദ്യം അതിൻ്റെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് വരച്ച് കാണിക്കാം. നമുക്ക് എന്തിനെയാണ് DC ആക്കി മാറ്റേണ്ടത്? AC-നെയാണ് നമുക്ക് DC ആക്കി മാറ്റേണ്ടത്. അപ്പം നമ്മളിവിടെ ഒരു AC ഇൻപുട്ട് കൊടുത്ത് AC ഇൻപുട്ടിനെ ഒരു ട്രാൻസ്ഫോമറിലൂടെ കടത്തിവിടും. അപ്പം ഇതൊരു ട്രാൻസ്ഫോമറിലാണെങ്കിൽ രണ്ടാമത്തതിൽ കമ്പിച്ചുരുളുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ അത് സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ മീട്ടു? ഹലോ, ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണല്ലേ. അപ്പം നമ്മൾ ആദ്യം നമുക്ക് കിട്ടുന്ന AC ഇൻപുട്ടിനെ ഒരു ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് സ്റ്റെപ്പ് അപ്പ് ചെയ്യും. അപ്പോൾ ഒരു ട്രാൻസ്ഫോമർ ആദ്യം വേണം. പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ കൊടുത്തിട്ട് അതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനെ ഒരു ഡയോഡിലൂടെ മാത്രം കടത്തിവിടും. കണ്ടോ? ഒരു ഡയോഡിലൂടെ കടത്തി വിട്ടിട്ട് നമുക്കറിയാം എവിടെയെങ്കിലും നമുക്കൊരു ഔട്ട്പുട്ട് അളക്കണമെങ്കിൽ അതൊരു റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടാണ് നമുക്ക് അളക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നേച്ച് ഇവിടെ ഔട്ട്പുട്ട് അളക്കാൻ വേണ്ടി ഒരു റെസിസ്റ്റർ കൊടുക്കണം. ഇത് റെസിസ്റ്റർ ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ സർക്യൂട്ട് വരയ്ക്കാൻ. ഇതിൻ്റെ ഇവിടുന്ന് ഒരു ഔട്ട്പുട്ടിന് ഒരു വയർ ഇങ്ങോട്ട് എടുക്കണം, ഇവിടുന്ന് ഒരു ഔട്ട്പുട്ടിൻ്റെ വയർ എടുത്താൽ ഇതാ ഈ കിട്ടുന്നത്. ഇതാണ് നമുക്ക് കിട്ടുന്ന DC ഔട്ട്പുട്ട്. കൊടുത്തത് ഏതാണ്?
AC ഇൻപുട്ട്. എന്നൊക്കെ വേണം? ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ വേണം, ഒരു PN ജംഗ്ഷൻ ഡയോഡ് വേണം. PN ജംഗ്ഷൻ ഡയോഡിന് നമുക്കറിയാം ഇതാണ് പോസിറ്റീവ്, ഇതാണ് നെഗറ്റീവ്. ഓക്കെ, എന്നാ ഞാൻ പറയാൻ പോവാണ്. ഇത് പോസിറ്റീവിനെ കടത്തിവിടുമ്പോഴല്ലേ ഫോർവേഡ് ബയാസിങ് ആവുള്ളൂ, അല്ലേ? ഫോർവേഡ് ബയാസ് എന്ന് പറഞ്ഞാൽ എന്നാണ്? ഫോർവേഡ് ബയാസിൽ ഡയോഡിൻ്റെ P ഭാഗത്തേക്ക് അല്ലെങ്കിൽ പോസിറ്റീവ് ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവ് വോൾട്ട് കൊടുക്കണം, ശരിയല്ലേ? അപ്പോൾ മാത്രമേ എന്ത് കിട്ടുള്ളൂ? ഡയോഡ് ഫോർവേഡ് ബയാസ് ആവും. അപ്പം ഞാനൊരു ഡയഗ്രാം വരയ്ക്കാം. ഇതാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്ന എൻ്റെ AC വോൾട്ടേജ് എന്നിരിക്കട്ടെ. ഓക്കെ, ഇത് AC വോൾട്ടേജ് ആണ്. AC വോൾട്ടേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്നാ പറഞ്ഞത്? അതിന് പോസിറ്റീവും ഉണ്ട്. ആദ്യം ഒരു പോസിറ്റീവ് ഹാഫ്, പിന്നെ നെഗറ്റീവ് ഹാഫ്, പിന്നെ പോസിറ്റീവ് ഹാഫ്, പിന്നെ നെഗറ്റീവ് ഹാഫ് ഉണ്ടോ? ഇതാണ് എൻ്റെ ഇൻപുട്ട്. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ കിട്ടുമെന്നാണ് പറഞ്ഞത്? പോസിറ്റീവ് ഹാഫ് കടന്നു പോകുമ്പോൾ മാത്രം എന്ത് പറ്റും? ഡയോഡ് ഫോർവേഡ് ബയാസിലാകുകയും ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യും, ശരിയല്ലേ? ഇനി നെഗറ്റീവ് ഹാഫ് വരുമ്പം ഡയോഡിൻ്റെ ഈ വശത്ത് നെഗറ്റീവ് വരും. അപ്പോൾ ഇത് ഇങ്ങോട്ട് പോരും, ഇവിടെയുള്ളത് ഇങ്ങോട്ട് പോരും. അപ്പോൾ അത് റിവേഴ്സ് ബയാസ്ഡ് ആകും. റിവേഴ്സ് ബയാസ്ഡിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമോ, അല്ലെ കറണ്ട് കടന്നു പോവോ? ഇല്ല. അപ്പോൾ ഇവിടെ മോളിൽ കൊടുത്ത AC-യുടെ പോസിറ്റീവ് ഭാഗം എവിടെയുണ്ടോ അവിടെ മാത്രം നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ദാറ്റ് ഈസ് കോൾഡ് ഹാഫ് വേവ് റെക്ടിഫയർ. കാര്യം മനസ്സിലായോ? When we apply positive half of AC voltage, then diode is in forward bias, and we obtained output. ഇനി അടുത്ത സൈക്കിളിൽ നെഗറ്റീവ് വരുന്നത്. When the negative half of the AC cycle or AC voltage, അതിനാണ് ഫോർവേഡ് ബയാസും റിവേഴ്സ് ബയാസും കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ചത്. ഇവിടെ നെഗറ്റീവ് വരും. ഇവിടെ ഹോളുകളാണ്, ഈ വശത്തോട്ട് പുറകോട്ട് പോകും, ഇതും അങ്ങോട്ട് അകന്നു പോകും. അപ്പോൾ എന്നാ പറ്റും? ഡയോഡ് റിവേഴ്സ് ബയാസിലാകും. ആൻഡ് കറണ്ട് കടന്നു പോവോ? ഇല്ല, റെസിസ്റ്റൻസ് കൂടും. ഓർ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടും. ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടും. ആ കേസിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമോ? ഇല്ല, നോ ഔട്ട്പുട്ട് ഈസ് ഒബ്ടൈൻഡ്. ഇങ്ങനെ ഒരു AC വോൾട്ടേജിനെ ഒരു PN ജംഗ്ഷൻ ഡയോഡിലൂടെ മാത്രം കടത്തിവിടുമ്പം പോസിറ്റീവ് ഹാഫിൽ അത് കടത്തിവിടുകയും നെഗറ്റീവ് ഹാഫിനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുമ്പം അൾട്ടർനേറ്റ് ആയിട്ട് കണ്ടോ, ഒന്നിടവിട്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഹാഫ് എന്ന് വിളിച്ചത്. കൊടുത്തതിൻ്റെ പകുതി അല്ലേ? ഇവിടെ കിട്ടിയോ? ഇല്ല. ഇത് കിട്ടിയോ? ഇല്ല. സോ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയും.
കൃത്യം പകുതി കിട്ടിയാല ഇതിൻ്റെ എഫിഷ്യൻസി എത്രയാണെന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കണം. ഇറ്റ്സ് എഫിഷ്യൻസി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 14.6%. ഇത്രയും എഫിഷ്യൻസിയേ ഉള്ളൂ ഒരു ഹാഫ് വേവ് റെക്ടിഫയർ. അല്ലെ കൊടുക്കുന്നതിൻ്റെ 40% പോസിറ്റീവുകളെ മാത്രമേ ഔട്ട്പുട്ടിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്നത് ഒരു DC ആണ്. കൊടുത്തതിന് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. നമ്മൾ അപ്ലൈ ചെയ്തത് ഒരു AC ഇൻപുട്ടാണ്. അതിനൊരു ഹാഫ് വേവ് റെക്ടിഫയറിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞപ്പോൾ അത് ഒരു DC കറണ്ട് അല്ലെങ്കിൽ DC വോൾട്ടേജ് ആയി മാറി. ദിസ് ഈസ് ദ വർക്കിംഗ് ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ. ഹെഡിങ് എഴുതിക്കോ, ഫുൾ വേവ് റെക്ടിഫയർ. ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ എന്നാണ്? ഹാഫ് വേവില് നമുക്ക് ഒന്നിടവിട്ട ഔട്ട്പുട്ടാണ് കിട്ടുന്നതെങ്കിൽ ഫുൾ വേവിൽ നമുക്ക് എന്ത് കിട്ടണം? രണ്ട് കേസിലും AC-യുടെ പോസിറ്റീവിലും ഔട്ട്പുട്ട് കിട്ടണം, AC-യുടെ നെഗറ്റീവിലും ഔട്ട്പുട്ട് കിട്ടണം. സോ വി വാണ്ട് ടു ഒബ്റ്റെയിൻ എ കംപ്ലീറ്റ് DC ഔട്ട്പുട്ട്. അങ്ങനെ വേണേൽ പറയാം, കംപ്ലീറ്റ് DC ഔട്ട്പുട്ട്. In both positive and negative half of AC വോൾട്ടേജ്. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഇതെങ്ങൊന്നും ആരും പറഞ്ഞു തരാൻ പാടുണ്ട്. ഇതിനെന്നാന്ന് ചോദിച്ചാൽ മുമ്പത്തെ പോലെ തന്നെ നമുക്ക് വരയ്ക്കാം. സിമ്പിളായിട്ട് നമുക്കൊരു AC വോൾട്ടേജ് ഉണ്ട്, ഇൻപുട്ട്. എഴുതുന്നത് വേറെ കളറുണ്ട്, അവിടെ കിടക്കട്ടെ, ഇപ്പോൾ എഴുതണ്ട. AC ഇൻപുട്ട് ഉണ്ട്. അതിനെ നമ്മൾ ആദ്യം എന്നതിലോട്ട് കൊടുക്കുന്ന സമയത്ത് പറഞ്ഞേ പോസിറ്റീവ് അല്ല ഇൻപുട്ട് ആണോ? ഇതെന്നാ ഈ സാധനം? ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ കൊടുക്കും. ഇവിടെ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഇവിടെ 2 ഡയോഡ് ഉണ്ട്. കണ്ടോ? മുകളിൽ ഒരു ഡയോഡ്, താഴെ ഒരു ഡയോഡ്. ആ കണക്ഷൻ ദാ ഇങ്ങനെ വന്ന് ഇവിടെ നിൽക്കും. കണ്ടോ? മനസ്സിലായല്ലോ? ഇനി എന്നാ വെച്ചാല് ഈ ട്രാൻസ്ഫോമറിന്റെ സെൻട്രൽ ഒരു വയറുണ്ട്. ആ വയറിനെ അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ മുട്ടരുന്ന് കാണിക്കാൻ ഇങ്ങനെ വരച്ച കേട്ടോ. ഇങ്ങനെ വരച്ചേച്ച് ഇതിനെ ഇങ്ങേ അറ്റത്തോട്ട് കൊണ്ടുവരും. അപ്പൊ ഈ പ്രോസസ്സിനെ നമ്മൾ പറയുന്നത് ആരാണ്? സെന്റർ ടാപ്പ്, അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സെന്റർ ടാപ്പ് റെക്ടിഫയർ. ഇവിടുത്തെ പൊട്ടൻഷ്യൽ നമ്മളിങ്ങനെ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇത് അർത്ഥമായല്ലോ. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാണ് നമ്മളിവിടെ ഔട്ട്പുട്ട് അളക്കുന്നത്. ഇതാണ് വ്യത്യാസമുള്ളത്. പരിപാടി തീർന്നു. അപ്പൊ എന്നാ ചെയ്യണം? 2 ഡയോഡ് വേണം, D1. ഇത് ഡയോഡ് 2, D2. മുമ്പത്തെ പോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവ്. ഇവിടെ മുമ്പത്തെ പോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവ്. പ്രശ്നം എന്നാന്ന് വെച്ചാൽ ഇവിടെ ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് ആദ്യം പോസിറ്റീവും പിന്നെ നെഗറ്റീവും വരുന്ന പോലെയാണ്. ശരിയല്ലേ? ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പൊ പോസിറ്റീവ് വരുമ്പോൾ ഇവൻ ഫോർവേഡ് ബയാസ് ആണ്, ഇതിലൂടെ ഔട്ട്പുട്ട് കിട്ടും അല്ലേ? റിവേഴ്സ് ബയാസ് ആകുമ്പോഴോ അതിൽ ഔട്ട്പുട്ട് കിട്ടില്ല. ഇനി ഇവിടെ എന്നായെന്ന് ചോദിച്ചാൽ ഈ ഡയോഡിലോട്ട് ആദ്യം നെഗറ്റീവും രണ്ടാമത് പോസിറ്റീവും വരുന്ന പോലെ ഇൻപുട്ട് കൊടുക്കും. അപ്പൊ നോക്കിയേ, ഇവിടെ നെഗറ്റീവ് വന്നപ്പോൾ ഇവിടെ പോസിറ്റീവ് ഉണ്ടല്ലേ? മുകളിൽ നെഗറ്റീവ് വന്നപ്പോഴോ താഴത്തേതിൽ പോസിറ്റീവ് ഉണ്ട്, താഴത്തെ ഫോർവേഡ് ബയാസ് ആകും. അപ്പൊ എന്ത് പറ്റും? എപ്പോഴും നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. എന്നെ എളുപ്പം നോക്കി. അപ്പൊ ഇവിടെ ഇതാണ് നമ്മൾ മുമ്പേ വരച്ച പോലെ നമ്മുടെ ഔട്ട്പുട്ട് ഡയഗ്രം എങ്കിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും വരയ്ക്കാൻ വേണ്ടി 5-6 വരയ്ക്കണം, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരയ്ക്കാം.
ഇത് നമ്മുടെ ഇൻപുട്ട് എ സി, ഇത് നമ്മുടെ ഔട്ട്പുട്ട് ഡി സി. നമ്മൾ ഈ പറഞ്ഞതുപോലെ എ സിയിൽ പോസിറ്റീവ് വന്നു, നെഗറ്റീവ് വന്നു, പോസിറ്റീവ് വന്നു, നെഗറ്റീവ് വന്നു, പോസിറ്റീവ് വന്നു. ഇവിടെ ഇവൻ്റെ പോസിറ്റീവ് വന്നപ്പോൾ ഇവൻ ഫോർവേഡ് വയസ്സായിരുന്നു. അപ്പോൾ D1 മൂലം ആദ്യം ഒരു പോസിറ്റീവ് കിട്ടി. ഇവൻ്റെ നെഗറ്റീവ് വന്നപ്പോൾ ഇവൻ ഫോർവേഡ് അല്ല, പക്ഷേ അവൻ്റെ നെഗറ്റീവ് വന്നപ്പം കൃത്യം താഴെ ഇവൻ്റെ പോസിറ്റീവ് ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ വീണ്ടും രണ്ടാമത്തവൻ ഫോർവേഡായി, അവിടെ ഔട്ട്പുട്ട് കിട്ടി. വീണ്ടും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. മുകളിലത്തെ D1 ഫോർവേഡായി, D2 ഫോർവേഡായി, D1 ഫോർവേഡായി. D1 ഇൻ ഫോർവേഡ് ബയാസ്, D2 in forward bias, D1 in forward bias, D2 in forward bias, D1 is forward. അപ്പം നമുക്ക് എന്നാ പറ്റി? എല്ലാ എ സിയുടെ ഹാഫ് സൈക്കിളുകളിലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ദിസ് ഈസ് ദ ഡി സി ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഡി സി ഔട്ട്പുട്ട് കിട്ടി. ഇതിനെയാണ് ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. കണ്ടോ എന്നാ സിമ്പിളാന്ന് നോക്കി എഴുതാൻ. അപ്പം നമ്മൾ എഴുതേണ്ട ഈ കാര്യമാണ്. എന്നാ ചെയ്യണം? വി വാണ്ട് ടു ഇവിടെ ഒരു സെൻറ്റർ ടാപ്പിംഗ് കൊടുക്കണം. സെൻറ്റർ ടാപ്പിംഗ്. അതുകൊണ്ടാണ് ഫുൾ വേവ് റെക്ടിഫയറിനെ സെൻറ്റർ ടാപ്പിംഗ് റെക്ടിഫയർ എന്നും വിളിക്കാറുണ്ട്. ഇനി എന്താണ് സെൻറ്റർ ടാപ്പിംഗ് എന്നോട് അർത്ഥാക്കിയത്? ഇവിടെ ഒരു പൊട്ടൻഷ്യൽ കൊടുക്കാൻ വേണ്ടി ഇവിടെ ഒരു പൊട്ടൻഷ്യൽ കൊടുത്ത് ഇവിടെ ഒരു പൊട്ടൻഷ്യൽ, മുമ്പേ മുകളും താഴെയും തമ്മിൽ ഔട്ട്പുട്ട് അളന്ന്, ഇവിടെ ഔട്ട്പുട്ട് അളക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മുടെ ട്രാൻസ്ഫോമർ സെൻറ്ററിൽ നിന്ന് ഒരെണ്ണം എടുത്ത് എർത്തിലോട്ട് കൊടുത്തു, അല്ല 0 പൊട്ടൻഷ്യലോട്ട് കൊടുത്ത് വെച്ച് അതും ഇതും തമ്മിലുള്ള ഔട്ട്പുട്ട് എടുത്തപ്പോഴാണ് ഫുൾ ഡി സി ഔട്ട്പുട്ട് കിട്ടിയത്. സോ 2-3 പോയിന്റ് ഇങ്ങനെ എഴുതാം. ഇൻ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ D1 ഈസ് ഇൻ ഫോർവേഡ് ബയാസ് ആൻഡ് D2 ഈസ് ഇൻ റിവേഴ്സ് ബയാസ്. അപ്പം നമുക്ക് D1 മൂലം ഔട്ട്പുട്ട് കിട്ടിയല്ലോ. ഇനി ഫസ്റ്റ് ഹാഫ് ഇവനായിരുന്നു, ഇവൻ ഇതിലേ കടന്നു പോയി, ഇവൻ ഇതിലേയും കടന്നു. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ എന്നാ പറ്റി? നെഗറ്റീവ് മുകളിലോട് പോയി. പക്ഷേ ഇൻ സെക്കൻഡ് ഹാഫ് D2 ഈസ് ഇൻ ഫോർവേഡ് ബയാസ് ആൻഡ് D1 ഈസ് ഇൻ റിവേഴ്സ് ബയാസ്. ഇവിടെ D1 മൂലം നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടി, ഇവിടെ നമുക്ക് D2 മൂലം ഔട്ട്പുട്ട് കിട്ടി. അപ്പം നമുക്ക് എന്ത് പറ്റി? ഒരു കണ്ടിന്യൂസ് ഔട്ട്പുട്ട് കിട്ടി, അല്ലേ? ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫുൾ വേവ് റെക്ടിഫയർ. ഇനി നോക്കി, ഇതിപ്പം കുതിര കളിക്കുന്ന പോലെ അല്ലെ കുതിര ആടുന്ന പോലെ ഇങ്ങനെ കട 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 എന്ന് ചാടിയിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടിയിട്ട് കാര്യമില്ല. ഔട്ട്പുട്ട് എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഒരു ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ കൂടെ ഒരു കപ്പാസിറ്ററും പുതിയ ഒരു കപ്പാസിറ്റർ, അല്ലെങ്കിൽ CR എന്ന് പറയും, LCR എന്നൊക്കെ പറഞ്ഞ പോലെ കപ്പാസിറ്ററും റെസിസ്റ്റൻസും കൊടുത്തിട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്നതെങ്കിൽ, ഇവിടെ നിന്നാണ് ഇത്രയും സർക്യൂട്ട് ഞാൻ പുതിയതായിട്ട് കൂട്ടിച്ചേർത്താൽ ഈ ഔട്ട്പുട്ട് എങ്ങനെ പറ്റുമെന്ന് ചോദിച്ചാൽ ഇതാ ഇങ്ങനെ വന്നേച്ച് ആദ്യത്തെ ആ ഒരു ഇൻക്രീസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ ഒരു സ്റ്റേബിളി ആയിട്ടൊരു കൃത്യ ഒരു വോൾട്ടേജ് കിട്ടും. മനസ്സിലായോ? ദ ഔട്ട്പുട്ട് ഈസ് എ പൾസേറ്റിംഗ് വേവ്. ഇത് പൾസ് പോലെയല്ലേ, പൾസ് ഫോമാണ്. അപ്പം ആ പൾസ് ഫോമിനെ മാറ്റി നമുക്കൊരു സ്മൂത്തൻ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിലോട്ട് ഒരു കപ്പാസിറ്ററും ഒരു റെസിസ്റ്ററും പാരലലായിട്ട് കൊടുക്കണം. കണക്ട് എ കപ്പാസിറ്റർ, ഇങ്ങനെ വരച്ചാൽ മതി അല്ലേ, ആൻഡ് എ റെസിസ്റ്റർ പാരലൽ ടു ദ ഔട്ട്പുട്ട് ഓഫ് ഫുൾ വേവ് റെക്ടിഫയർ. അപ്പോൾ നമുക്ക് എന്നാ പറ്റും? നമ്മുടെ പൾസേറ്റിംഗ് വേവ് ഒരു
സ്മൂത്തൻ വേവായി മാറും. അപ്പൊ അത് ചോദിക്കുക, അതൊരു ചോദിക്കുന്ന ചോദ്യമാണ്. അത് ഈ കപ്പാസിറ്ററിന്റെ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് പ്രോസസ്സ് മൂലമാണ്. അത് പഠിക്കേണ്ട കാര്യമില്ല. അപ്പം ഫുൾ വേവ് എങ്ങനെ ഉണ്ടാക്കാം? ഫുൾ വേവ് റെക്ടിഫയർ ഉപയോഗിക്കാം. 2 ഡയോഡ് വേണം. ഒന്നിലൂടെ പോസിറ്റീവ് ആകുമ്പോൾ അടുത്തതിലൂടെ നെഗറ്റീവ് ആണെങ്കിൽ ആദ്യം പോസിറ്റീവ് പോയിലൂടെ നെഗറ്റീവ് വരുമ്പോൾ രണ്ടാമത്തെ പോസിറ്റീവ് വന്നോളും. അവിടെ ഒരു സെൻട്രൽ ടാപ്പിംഗ് കൊടുക്കണം. സെൻട്രൽ ടാപ്പിംഗ് എർത്ത് ചെയ്ത് വെച്ച് അതേ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. അങ്ങനെ ഔട്ട്പുട്ട് എടുക്കുമ്പം എല്ലാ ഹാഫ് സൈക്കിളിലും നമുക്ക് പൾസായിട്ട് പോസിറ്റീവ് 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 കിട്ടും. അപ്പം അതിങ്ങനെ പൾസേറ്റിംഗ് വേവ് ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ കിട്ടാൻ വേണ്ടി അതിനെ സ്മൂത്തൻ ചെയ്യണം. അതിനെ സ്മൂത്തൻ ചെയ്യാൻ നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് ഒരു കപ്പാസിറ്ററും ഒരു റെസിസ്റ്റൻസും പാരലായിട്ട് ഘടിപ്പിച്ചാൽ മതി. ഇപ്പം റെക്ടിഫയർ എന്താണ്? അതിൻ്റെ പ്രിൻസിപ്പിൾ എന്നാണ്? 2 തരം റെക്ടിഫയർ, ഹാഫ് വേവ് ആൻഡ് ഫുൾ വേവ്. ഫുൾ വേവ് കിട്ടുന്ന ഔട്ട്പുട്ടിനെ എങ്ങനെ നല്ല ഒരു സ്മൂത്തൻ DC ഔട്ട്പുട്ടാക്കി മാറ്റാം. ഇത്രയും കാര്യങ്ങളും വളരെ കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.